പുറത്ത് ഇന്ത്യക്കാർ നേരിടുന്ന വിവേചനത്തെക്കുറിച്ചുള്ള ഒരുപാട് വീഡിയോസ്, ഷോർട്സ് ആൻഡ് റീൽസ് ഒക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും. ഈ ഇന്ത്യക്കാരോടുള്ള ഹേറ്റ് പെട്ടെന്ന് ഇങ്ങനെ കൂടിയതാണോ? ആണെങ്കിൽ എന്തായിരിക്കും കാരണം? നേരിട്ട് അനുഭവപ്പെടുന്ന വിവേചനത്തോടൊപ്പം സോഷ്യൽ മീഡിയ വഴി, അതായത് ഫോട്ടോഷോപ്പ് ഒക്കെ ഉപയോഗിച്ച് ഇന്ത്യക്കാരെ മോശമായി ചിത്രീകരിക്കുന്ന തരത്തിലുള്ള ഫേക്ക് സംഭവങ്ങൾ പ്രൊപ്പഗേറ്റ് ചെയ്യുന്നതും മീം ഉണ്ടാക്കുന്നതുമൊക്കെ ഇതിനോട് കൂടി തന്നെ കാണേണ്ടതാണ്. ഈ അടുത്ത് കാനഡയിൽ നടന്ന ഒരു സംഭവം ഇതാണ്. ഇന്ത്യൻ വെഡിങ് നല്ല നോയ്സി ആണെന്നും ഇന്ത്യൻസിനെ താമസിയാതെ എല്ലാവരും വെറുത്തോളുമെന്നും ഒരു കാനഡക്കാരി ട്വീറ്റ് ചെയ്തു. പുലരുവോളം ഒച്ചപ്പാടുണ്ടാക്കി അവരുടെ അപ്പാർട്ട്മെന്റിനടുത്തുകൂടെ ഇവർ വിവാഹാഘോഷം നടത്തി നീങ്ങുകയായിരുന്നത്രേ. എന്തായാലും ട്വീറ്റ് വൈറലായി. ഇന്ത്യക്കാരെ മൊത്തം ഡിപ്പോർട്ട് ചെയ്യണമെന്ന് ഒരു വിഭാഗം, ഹേറ്റ് പ്രചരിപ്പിക്കുന്നതിന് പകരം ഇത്തരം ആഘോഷങ്ങളിൽ പങ്കെടുത്ത് സന്തോഷിച്ചുകൂടെയെന്ന് മറ്റൊരു വിഭാഗം. ഒരു വീഡിയോയിൽ ഒരു കാനഡക്കാരി അമ്മച്ചി ഇന്ത്യക്കാരോടൊക്കെ ഇന്ത്യയിലേക്ക് തിരിച്ചുപോയെന്ന് ഒരു കനേഡിയൻ സിറ്റിസൺഷിപ്പുള്ള ഇന്ത്യൻ വംശജനോട് പറയുന്ന വൈറൽ സംഭവം നിങ്ങൾ കണ്ടു കാണും. ഇതൊന്നും പോരാഞ്ഞ് ഇന്ത്യക്കാരുടെ സ്വഭാവം വളരെ മോശമാണ്, പുറത്തു ചെന്നിട്ട് അവിടെയുള്ള കൾച്ചറിനെ ഒട്ടും ബഹുമാനിക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞ് പുറത്ത് ജീവിക്കുന്ന ചില ഇന്ത്യൻ വ്ളോഗേഴ്സ് തന്നെ ഇട്ടിരിക്കുന്ന വീഡിയോസും കാണാം. സത്യത്തിൽ എന്താണ് സംഭവിക്കുന്നത്? ഇന്ത്യക്കാരോടുള്ള ഹേറ്റിന് പുറകിലെ കാരണങ്ങൾ അന്വേഷിച്ചാൽ ചില കാര്യങ്ങൾ പിടികിട്ടും. പല കാരണങ്ങളുണ്ട് അതിന് പുറകിൽ. ഒന്ന്, ഇന്ത്യക്കാരെ കുറിച്ചുള്ള ചില സ്റ്റീരിയോ ടൈപ്പുകൾ കണ്ട് അത് മാത്രമാണ് സത്യമെന്ന് വിശ്വസിക്കുന്ന പൊട്ടക്കിണറ്റിലെ തവളകൾ എന്ന് നമ്മൾ വിശേഷിപ്പിക്കുന്ന ഒരു വിഭാഗം വിദേശത്തുമുണ്ട്. സോഷ്യൽ മീഡിയയിലൂടെ അവർ കാണുന്ന ഇന്ത്യ വിരുദ്ധ വീഡിയോസ് മാത്രമാണ് അവരുടെ അറിവിലെ ഇന്ത്യ. വൃത്തിയില്ലാത്ത ചേരിയിൽ താമസിക്കുന്ന ദാരിദ്ര്യം പിടിച്ച ഇന്ത്യക്കാർ, പല്ല് തേക്കാത്ത, കുളിക്കാത്ത, പരിസരം വൃത്തിയാക്കാത്ത, സ്ത്രീകൾക്ക് ഒരു വിലയുമില്ലാത്ത ക്രീപ്പിയായ പുരുഷന്മാരുള്ള ഇന്ത്യ, വൃത്തിയില്ലാത്ത ഭക്ഷണം കഴിക്കുന്ന ഇന്ത്യക്കാർ. അതുകൊണ്ട് തന്നെ ഇന്ത്യക്കാരോടൊപ്പം സഞ്ചരിക്കാൻ പോലും ഇങ്ങനെയുള്ളവർ മടി കാണിച്ചേക്കാം. സൗത്ത് കൊറിയയിൽ നിന്നുള്ള ഒരു സ്ത്രീ അവരുടെ അനുഭവം പറഞ്ഞത് അവർ ട്രെയിനിൽ കയറുമ്പോൾ തൊട്ടടുത്ത് ഇരിക്കുന്നവർ എണീറ്റ് പോയി വേറെ സീറ്റിൽ ഇരിക്കുന്ന അനുഭവം ഉണ്ടായിട്ടുണ്ട് എന്നാണ്. ചിമാമന്ത ഗോസി അഡീച്ചി എന്നൊരു നൈജീരിയൻ എഴുത്തുകാരിയുടെ ഒരു ടെഡ് ടോക്ക് ഉണ്ട്. ദ ഡേഞ്ചർ ഓഫ് എ സിംഗിൾ സ്റ്റോറി എന്നതാണ് ആ ടോക്കിന്റെ ടൈറ്റിൽ. എല്ലാവരും കേട്ടിരിക്കേണ്ട ഒന്നാണത്. നമ്മൾ വായിക്കുന്ന പല പുസ്തകങ്ങളും മീഡിയയും ഒക്കെ ഒരു രാജ്യത്തെ ആളുകളെ കുറിച്ച് ഒരു സിംഗിൾ സ്റ്റോറി ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടാകും. അതുകൊണ്ട് തന്നെ അതിനപ്പുറത്തേക്ക് അവരെ കാണാൻ നമുക്ക് കഴിയാതെ പോകും. ഉദാഹരണത്തിന് ആഫ്രിക്ക എന്ന് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് വരുന്നത് ദാരിദ്ര്യം മാത്രമാണ്. ആ ടെഡ് ടോക്കിൽ അവർ അവരുടെ ഒരു അനുഭവം പറയുന്നുണ്ട്. അവരുടെ വീട്ടിൽ നിന്നിരുന്ന ഒരു പയ്യനെ കുറിച്ച് അവർ ആകെ കേട്ടിരുന്നത് അവന്റെ വീട്ടിലെ ദാരിദ്ര്യത്തെക്കുറിച്ച് മാത്രമാണ്. എന്നാൽ ഒരിക്കൽ അവർ അവന്റെ വീട്ടിൽ പോയപ്പോൾ അവന്റെ ഏട്ടനുണ്ടാക്കിയ മനോഹരമായ ഒരു കൊട്ട കണ്ടു. അപ്പോഴാണ് അവർക്ക് മനസ്സിലായത് അതുവരെ അവർ അവനെ കണ്ടിരുന്നത് ആ ദാരിദ്ര്യത്തിന്റെ ആംഗിളിൽ കൂടി മാത്രമാണെന്ന്. അതായത് ആ ദാരിദ്ര്യത്തിന് അപ്പുറത്തും അവരുടെ ജീവിതത്തിൽ മറ്റ് പല കാര്യങ്ങളും ഉണ്ട് എന്ന് മനസ്സിലാക്കാൻ അവർക്ക് അനുഭവം വേണ്ടി വന്നു. നമ്മൾ മലയാളികൾക്കും മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നും കേരളത്തിലേക്ക് ജോലി തേടി വരുന്നവരെ കുറിച്ച് പലപ്പോഴും ഈ ഒരു സിംഗിൾ സ്റ്റോറിയാണ് ഉള്ളത്. അതുപോലെ തന്നെയാണ് ഇന്ത്യക്കാരെ കുറിച്ചുള്ള പല വിദേശികളുടെയും കാഴ്ചപ്പാട്. ഒരു സിംഗിൾ സ്റ്റോറിയിൽ കുടുങ്ങിക്കിടക്കുകയാണ് അവരൊക്കെ. അടുത്ത പോയിന്റിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയ ഒരു കാര്യം പറയാനുണ്ട്. നാട്ടിലുള്ള കുടുംബം നല്ല രീതിയിൽ ജീവിക്കാൻ വേണ്ടിയായിരിക്കും പലരും മനസ്സില്ലാ മനസ്സോടെ പ്രവാസിയാകുന്നത്. നിങ്ങളാണ് നിങ്ങളുടെ കുടുംബത്തിന്റെ ബ്രെഡ് വിന്നർ എങ്കിൽ നിങ്ങൾക്ക് ക്യാൻസർ പോലുള്ള അസുഖങ്ങൾ വരികയോ അപകടത്തിൽ എന്തെങ്കിലും അംഗവൈകല്യം സംഭവിക്കുകയോ ഇനി കുറച്ചുകൂടി കടന്നു ചിന്തിച്ചാൽ മരണം പോലും സംഭവിക്കാൻ സാധ്യതയുണ്ട്. ഇത്തരം സാഹചര്യത്തിൽ നിങ്ങളുടെ കുടുംബത്തിന്റെ സാമ്പത്തിക സ്ഥിതി എന്താകുമെന്ന് ചിന്തിച്ചിട്ടുണ്ടോ? എന്നാൽ നിങ്ങളുടെ വരുമാനം നിലച്ചാലും നിങ്ങളുടെ ഫാമിലിക്ക് സ്റ്റേബിളായി തുടരാൻ സാധിക്കും. അതിനൊരു NRI ടേം ഇൻഷുറൻസ് എടുത്താൽ മതി. കാരണം പോളിസി ഹോൾഡർക്ക് പോളിസി കാലയളവിൽ ഞാൻ നേരത്തെ പറഞ്ഞ രീതിയിലുള്ള എന്തെങ്കിലും സംഭവിച്ചാൽ കുടുംബത്തിന് വലിയൊരു തുക സം അഷ്യൂർഡായി ലഭിക്കുന്ന രീതിയിലുള്ള ഇൻഷുറൻസ് ആണ് ടേം ഇൻഷുറൻസ്. വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിലും കമന്റിലും കൊടുത്തിരിക്കുന്ന ലിങ്കിൽ പോയാൽ 820 രൂപ പോലെയുള്ള ചെറിയൊരു തുകയ്ക്ക് 2 കോടി വരെ കവറേജ് ലഭിക്കുന്ന പ്ലാനുകൾ നിങ്ങൾക്ക് കാണാൻ കഴിയും. പിന്നെ പ്രായത്തിനനുസരിച്ച് പ്രീമിയത്തിൽ വ്യത്യാസം വരാൻ സാധ്യതയുണ്ട്. ഇവിടെ ഇന്ത്യയിലെ 51ഓളം പ്രമുഖ കമ്പനികളെ കമ്പയർ ചെയ്ത് നിങ്ങൾക്ക് അനുയോജ്യമായ പ്ലാൻ എടുക്കാം. NRIസിന് 18% GST ഇളവുമുണ്ട്. കൂടാതെ ആനുവലായി പ്രീമിയം പേ ചെയ്താൽ 5% വരെ അഡീഷണൽ ഡിസ്കൗണ്ടുമുണ്ട്. അങ്ങനെ ആകെ 23% ഡിസ്കൗണ്ടോടുകൂടി ടേം ഇൻഷുറൻസ് നിങ്ങൾക്ക് എടുക്കാൻ സാധിക്കും. അപ്പോൾ നിങ്ങളുടെ ഫാമിലിയുടെ ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റിക്ക് വേണ്ട മസ്റ്റായ ഒന്നാണ് ടേം ഇൻഷുറൻസ്. ഇന്ത്യയിൽ നിന്ന് എടുക്കുകയാണെങ്കിൽ മറ്റ് വിദേശ രാജ്യങ്ങളെ അപേക്ഷിച്ച് 30 മുതൽ 50% വരെ കുറഞ്ഞ ചെലവിൽ നമുക്ക് ടേം ഇൻഷുറൻസ് എടുക്കാൻ സാധിക്കും. ഞാൻ ഡിസ്ക്രിപ്ഷനിലും കമന്റിലും കൊടുത്തിട്ടുള്ള ലിങ്കിൽ പോയി കുറെ പ്ലാനുകൾ കമ്പയർ ചെയ്ത് നിങ്ങൾക്ക് ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു പ്ലാൻ ചൂസ് ചെയ്യാം. എന്നാൽ നമുക്ക് ഈ വീഡിയോയിലേക്ക് പോകാം. ഇനി അടുത്തത്, ഇന്ത്യക്കാർ തങ്ങളുടെ നാട്ടിൽ വന്ന് തങ്ങളുടെ ജോലി സ്റ്റീൽ ചെയ്യുന്നു എന്ന പേടിയാണ്. ആ പേടിയിൽ നിന്നുണ്ടാകുന്ന വിദ്വേഷം ഇത്തരം സ്റ്റീരിയോ ടൈപ്പുകളെ സോഷ്യൽ മീഡിയയിൽ ഒന്നുകൂടി ഊട്ടിയുറപ്പിക്കുന്ന മീമുകളായി പുറത്തുവരുന്നു. വിദേശത്ത് ചില രാജ്യങ്ങളിൽ ടെക് കമ്പനികൾ എടുത്താൽ, ഡോക്ടർമാരെ എടുത്താൽ, എഞ്ചിനീയേഴ്സിനെ എടുത്താൽ എല്ലാം ഇന്ത്യക്കാരാണ്. ഇന്ത്യക്കാർ കാരണമാണ് തദ്ദേശീയർക്ക് ജോലി കിട്ടാത്തത് എന്ന്
എന്ന് വിശ്വസിച്ച് ആ ഹേറ്റ് മനസ്സിൽ കൊണ്ട് നടക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. ഇപ്പൊ ജർമ്മനിയുടെ കാര്യം എടുത്താൽ ഏറ്റവും കൂടുതൽ ആവറേജ് ശമ്പളം വാങ്ങുന്ന രാജ്യക്കാർ ഇന്ത്യക്കാരാണ്. പൊതുവെ വിദ്യാഭ്യാസത്തിന് നല്ല ഇമ്പോർട്ടൻസ് കൊടുക്കുന്നവരാണ് ഇന്ത്യക്കാർ. പിന്നെ നല്ല ഹാർഡ് വർക്കിംഗുമാണ്. സ്വാഭാവികമായും ഇതൊക്കെ കാരണം ഇന്ത്യക്കാർ വിദേശത്ത് സക്സസ്ഫുൾ ആണ്. എന്നാൽ ഒരേ ടൈപ്പ് ജോലിക്ക് തദ്ദേശീയരെക്കാൾ ഇന്ത്യക്കാർക്ക് കുറഞ്ഞ ശമ്പളം കൊടുക്കാമെന്ന് കണ്ട് ഇന്ത്യക്കാരെ ജോലിക്ക് എടുക്കുന്ന പരിപാടിയുമുണ്ട്. അത് തെറ്റായ ഒരു കാര്യമാണ്. അടുത്തത് തങ്ങളുടെ കൾച്ചർ കൂടി വരുന്ന ഇന്ത്യക്കാരെ കൊണ്ട് മാറ്റപ്പെടുമോ എന്ന് പേടിക്കുന്ന ഒരു വിഭാഗമാണ്. തങ്ങളുടെ കൾച്ചറിലേക്ക് സ്വൈര ജീവിതത്തിലേക്ക് ഇടിച്ചു കയറി വന്ന് ആ കൾച്ചറിനെ ഡൈല്യൂട്ട് ചെയ്യുന്ന പുതിയ സംഭവങ്ങൾ കൊണ്ടുവരുന്ന ആൾക്കാരായാണ് അവർ ഇന്ത്യക്കാരെ കാണുന്നത്. കൺസർവേറ്റീവ് ആയ കുറച്ച് പ്രായമുള്ള ആളുകൾക്കാണെന്ന് തോന്നുന്നു ഇക്കാര്യത്തിൽ കൂടുതൽ കൺസേൺ. ചുറ്റും നോക്കുമ്പോൾ ഒരു ആഘോഷത്തിൽ പങ്കെടുക്കുമ്പോഴൊക്കെ തങ്ങളുടെ ആളുകളെക്കാൾ കൂടുതൽ ഇന്ത്യക്കാരെ കാണേണ്ടി വരുമോ എന്നുള്ള പേടി. തങ്ങളുടേതായ എല്ലാം കാലക്രമേണ പിഴുതുമാറ്റി പുതിയ കാര്യങ്ങൾ സ്ഥാപിക്കപ്പെടുമോ എന്നുള്ള പേടി. ഇന്ത്യക്കാർ ഇന്ത്യയിലേക്ക് തിരിച്ചുപോ എന്ന് പറയുന്നതിൽ ആ പേടിയും അടങ്ങിയിട്ടുണ്ട്. മനുഷ്യരുടെ ഒരു ട്രൈബൽ നേച്ചറിൽ നിന്ന് വരുന്ന സ്വാഭാവികമായ ഒരു റിയാക്ഷനാണിത്. നമ്മുടെ ഫെമിലിയർ ആയിട്ടുള്ള ചുറ്റുപാട് അൺഫെമിലിയർ ആകുന്നത് കാണുമ്പോഴുള്ള പേടി. ആ പേടിയിൽ ഒരു കാര്യവുമില്ല എന്ന് നമുക്ക് പറയാനും കഴിയില്ല. കാരണം എല്ലാ ഫോറിൻ കൾച്ചേഴ്സും ഒരു പരിധി വിട്ട് വലുതായി കഴിഞ്ഞാൽ ലോക്കൽ കൾച്ചേഴ്സിനെ അക്കോമഡേറ്റ് ചെയ്യണമെന്നില്ല. എന്നാൽ അതിനുള്ള സൊല്യൂഷൻ പ്രോപ്പർ ആയിട്ടുള്ള ഒരു ഇമിഗ്രേഷൻ പ്ലാൻ ഉണ്ടാക്കുക എന്നതാണ്. അതല്ലാതെ രാജ്യത്തുള്ള ഫോറിനേഴ്സിനെ വംശീയമായി അധിക്ഷേപിക്കലല്ല. മാത്രമല്ല പല ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂട്ടുകളും അതിലൂടെ അവരുടെ ലോക്കൽ എക്കണോമിയും സർവൈവ് ചെയ്യുന്നത് ഇപ്പോൾ ഇന്ത്യക്കാരെ പോലുള്ള സ്റ്റുഡൻസ് അവിടെ വന്ന് പണം ചെലവാക്കി പഠിക്കുന്നതും പിന്നീട് ജോലി നേടി ടാക്സ് അടയ്ക്കുന്നതിലൂടെയുമാണ്. മറ്റൊന്ന് ഇന്ത്യയുടെ ചില നയങ്ങൾ, ഇന്ത്യയുടെ പുരോഗതി ഇതൊന്നും ഇഷ്ടപ്പെടാത്ത ആളുകളിൽ നിന്നും വരുന്നതാണ്. സ്വാഭാവികമായും ഇന്ത്യയുടെ ചില നയങ്ങൾ ചില രാജ്യങ്ങൾ എതിർക്കുന്നതും ചില രാജ്യങ്ങൾ അംഗീകരിക്കുന്നതുമായിരിക്കും. എതിർപ്പുള്ളവർ സോഷ്യൽ മീഡിയയിലൂടെ ഇന്ത്യയെ കുറച്ചധികം മോശമാക്കാൻ ശ്രമിക്കും. അതുപോലെ നമ്മുടെ സയന്റിഫിക് ആൻഡ് ടെക്നോളജിക്കൽ പ്രോഗ്രസിനെ കുറച്ചു കാണാൻ നോക്കുന്നവരും എന്തെങ്കിലും നേട്ടമുണ്ടാകുമ്പോൾ വേറെന്തെങ്കിലും കോട്ടം എടുത്ത് കാണിച്ച് ഇകഴ്ത്തുന്നവരും ഉണ്ടാകും. ഇതെല്ലാം സോഷ്യൽ മീഡിയ വഴി ആയതിനാൽ ഈ ഹേറ്റ് എല്ലാം വളരെ വേഗത്തിൽ സ്പ്രെഡ് ആകും. ഉദാഹരണത്തിന് ഇന്ത്യയുടെ ISROയുടെ സക്സസ്ഫുൾ ആയ സ്പേസ് പ്രോഗ്രാംസ് ഒക്കെ ന്യൂസിൽ വരുമ്പോൾ പല ഫോറിനേഴ്സിനും അത് അക്സെപ്റ്റ് ചെയ്യാൻ മടിയുള്ളതുപോലെ ഫീൽ ചെയ്തിട്ടുണ്ട്. ഇത്രയും ദാരിദ്ര്യമുള്ള ഒരു രാജ്യം ഇതിലാണ് ഫോക്കസ് ചെയ്യേണ്ടത് എന്നൊരു നെറേറ്റീവ് കാണാം. അമേരിക്കയിലൊക്കെ എല്ലാ ദാരിദ്ര്യവും ഇല്ലാതായിട്ടാണ് നാസയൊക്കെ പ്രവർത്തിക്കുന്നത് എന്ന് തോന്നിപ്പോകും അവരുടെ വാദം കേട്ടാൽ. ചുരുക്കത്തിൽ ഇന്ത്യയോ ഇന്ത്യക്കാരോ എല്ലാ കാര്യത്തിലും പെർഫെക്റ്റ് ആണെന്ന് അഭിപ്രായമില്ല. എല്ലാ രാജ്യത്തിലെയും പോലെ എല്ലാ ടൈപ്പ് ആളുകളെയും കൊണ്ട് നിറഞ്ഞ ഒരു രാജ്യമാണ് ഇന്ത്യ. അത് അതുപോലെ തന്നെ ഇന്ത്യക്കാർ വിദേശത്തെത്തുമ്പോഴും കാണാൻ കഴിയും. വിദേശത്തെത്തി അവിടുത്തെ ലോക്കൽ എക്കണോമീസ് വലിയ രീതിയിൽ ബൂസ്റ്റ് ചെയ്യുന്ന ഇന്ത്യക്കാരുണ്ട്. ജോലി ചെയ്ത് ടാക്സ് അടിച്ച് മാന്യമായി ജീവിക്കുന്ന ഒരുപാട് ഇന്ത്യക്കാരുണ്ട്. തദ്ദേശീയരിൽ ഉള്ളതുപോലെ തന്നെ ക്രിമിനൽസ് ഉണ്ട്. അവിടുത്തെ കൾച്ചറിനെ റെസ്പെക്ട് ചെയ്യാത്തവരുണ്ട്. ഇപ്പൊ NRIസിന് ചെയ്യാൻ പറ്റിയ ആകെ ഒരു കാര്യം നമ്മുടെ ഐഡന്റിറ്റി, നമ്മുടെ കൾച്ചറൊക്കെ ഓൺ ചെയ്യുന്നത് അവിടുത്തെ ലോക്കൽസിനെ ബുദ്ധിമുട്ടിച്ചായിരിക്കരുത് എന്ന് തിരിച്ചറിഞ്ഞ് പ്രവർത്തിക്കലാണ്. അപ്പൊ എന്താണ് പുറത്ത് ഇന്ത്യക്കാർക്കെതിരെ വർദ്ധിച്ചു വരുന്ന ഹേറ്റിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം? പിന്നെ വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞ NRI ടേം ഇൻഷുറൻസിനെ പറ്റി ഒന്നുകൂടി ഓർമ്മിപ്പിക്കുന്നു. ഞാൻ ഡിസ്ക്രിപ്ഷനിലും കമന്റിലും കൊടുത്തിട്ടുള്ള ലിങ്കിൽ പോയാൽ രാജ്യത്തെ 51-ലധികം കമ്പനികളെ കമ്പയർ ചെയ്ത് 23% വരെ ഡിസ്കൗണ്ടിൽ ടേം ഇൻഷുറൻസ് എടുക്കാം. പ്രായവും ആരോഗ്യവും അനുസരിച്ച് പ്രീമിയം തുക കൂടാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് ഒരു ടേം ഇൻഷുറൻസ് എടുത്തു വെക്കുക. എന്നാൽ നമുക്കിനി അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ.